നമസ്കാരം. കാലിക ന്യൂസിലേക്ക് സ്വാഗതം. കൊല്ലം ചിതറയിൽ ഒറ്റയ്ക്ക് താമസിച്ചു വന്നിരുന്ന ആളെ വീട്ടിനുള്ളിൽ ദുരൂഹ സാഹചര്യത്തിൽ മരിച്ച സംഭവം കൊലപാതകമെന്ന നിഗമനത്തിലേക്ക് പോലീസ്. മരണപ്പെട്ട രാജേഷിന്റെ പോസ്റ്റ്മോർട്ടം കഴിഞ്ഞപ്പോഴാണ് തലയോട്ടി പൊട്ടിയ നിലയിലും മറ്റ് അടിയേറ്റ പാടുകളും കണ്ടെത്തുകയും തലയ്ക്കേറ്റ ക്ഷതമാണ് മരണകാരണം എന്ന് പ്രാഥമിക നിഗമനത്തിലേക്ക് എത്തുന്നത്. ചിതറ പ്ലാവറ രാജേഷ് ഭവനിൽ 43 വയസ്സുള്ള രാജേഷിനെയാണ് ഇന്നലെ വൈകിട്ട് വീട്ടിലെ മുറിക്കുള്ളിൽ കട്ടിലിൽ മരണപ്പെട്ട നിലയിൽ കണ്ടെത്തിയത്. രാജേഷിനെ ഫോണിൽ വിളിച്ച് കിട്ടാത്തതിനെ തുടർന്ന് തൊട്ടടുത്ത് താമസിക്കുന്ന ആൾ വീട്ടിലെത്തി നോക്കിയപ്പോഴാണ് കട്ടിലിൽ മരിച്ച നിലയിൽ കിടക്കുന്നത് കണ്ടത്. ചൊവ്വാഴ്ച ഉച്ചയ്ക്കാണ് ഞാൻ ഉച്ചയ്ക്ക് ഒരു 11 മണിയോടെ രാജേഷിനെ വിളിച്ചായിരുന്നു. അപ്പോൾ രാജേഷ് റേഷൻ കടയിൽ നിൽക്കുകയാണ് എന്നാണ് എൻ്റെ പറഞ്ഞത്. ഞാൻ പറഞ്ഞു എനിക്ക് കിണർ ഇറക്കണം. അപ്പോഴത്തേക്ക് പറഞ്ഞു ഞാനൊരു 12 മണിയാകുമ്പോൾ റേഷൻ കട അടച്ചിട്ട് വരാമെന്ന് പറഞ്ഞു. അങ്ങനെ പിന്നെ വിളിച്ചപ്പോൾ പറഞ്ഞു ആ പെണ്ണ് അവർ വീട്ടിൽ പോയിരുന്നു പാരിപ്പള്ളിയിൽ, അവർ വരും, അവരെ വിളിച്ചോണ്ട് വരാമെന്ന് പറഞ്ഞ് എൻ്റെ പറഞ്ഞിരുന്നു. അങ്ങനെ തക്കാമുക്കിൽ നിന്ന് ആട്ടോ വിളിച്ച് അവർ മുള്ളിക്കാട്ടിൽ പോയി അവരെയും കൊണ്ടാണ് വീട്ടിൽ വന്ന് അവർ ചോറും മേടിച്ചുകൊണ്ട് വന്ന് വീട്ടിൽ നിന്ന് ഭക്ഷണം കഴിച്ചിട്ട് 1:30 എൻ്റെ വീട്ടിൽ വന്ന് അവർ വന്ന് നമ്മളെല്ലാം അവിടെ കിണറടച്ചിട്ട് ഇവിടെ വന്നിട്ട് വൈകിട്ട് കണ്ട് കാര്യം പറഞ്ഞിട്ട് വൈകിട്ട് ഞാൻ പോയിട്ട് വരാമെന്നും പറഞ്ഞ് പോയിട്ട് പിന്നെ എന്നെ രാത്രി വൈകിട്ട് ഞാൻ കാണുകയും ചെയ്തു. വന്നിട്ട് രാത്രി എന്നെ ഒരു 12:30-1 മണിക്ക് എന്നെ വിളിക്കുന്നു. പെണ്ണിന്റെ മാമൻ മരിച്ചു, അതുകൊണ്ട് പാരിപ്പള്ളി വരെ പോകണം. എൻ്റെ ജ്യേഷ്ഠൻ രജിയിലെ സ്കൂട്ടിയായിട്ട് പിന്നെ പോവുകയാണ്, പാരിപ്പള്ളി പള്ളിക്ക് എത്തി എന്നാണ് എന്നെ വിളിച്ചിട്ട് ഞാൻ ചോദിച്ചു ഇന്ന് വരുമെന്ന് ചോദിച്ചപ്പോൾ പറഞ്ഞ് ഞാൻ കാലത്തെ വരും, നീ എന്നെ രാവിലെ വിളിക്കണം, ഞാനിവിടെ വന്ന് വെട്ടിത്തരാമെന്ന് എൻ്റെ പറഞ്ഞു. അപ്പൊ അത് തന്നെ ഒരു മണി സമയം. അങ്ങനെ ഞാൻ പിന്നെ ഇവനെ ഞാൻ രാവിലെ വിളിച്ചിട്ട് ഫോൺ എടുത്തില്ല, കഥ അടഞ്ഞു കിടക്കുകയായിരുന്നു. അന്ന് വിളിച്ചിട്ട് എടുത്തുമില്ല. പിറ്റേ ദിവസം ഉച്ചയ്ക്ക് ശേഷം ഉച്ചവരെ ഞാൻ ഫോൺ വിളിച്ചു. ഏകദേശം ഒരു 10-12 കോളോളം ഞാൻ അവനെ വിളിച്ചു, എടുത്തില്ല. ഞാൻ അങ്ങനെ ഇന്നലെ വൈകിട്ട് റോഡിൽ പോയിട്ട് വന്ന ഒരു 5 മണിയായപ്പോഴത്തേക്ക് അവനെ വീട്ട് അടച്ചിട്ടേക്കണോണ്ട് ഫോൺ എടുക്കാഞ്ഞിട്ട് ഞാൻ വീട്ടിൻ്റെ അവിടെ വന്നപ്പോൾ റൂമിൻ്റെ അവിടെ ഫാൻ കറങ്ങുന്നുണ്ട്. അങ്ങനെ ഞാൻ അവൻ്റെ റൂമിൻ്റെ അവിടെ ചെന്നപ്പോൾ ജനൽ തുറന്ന് കിടക്കുന്നുണ്ട്. ജനലിനകത്തൊരു കൈലിയും കെട്ടിയിട്ടിട്ടുണ്ട്. ഞാൻ അങ്ങനെ ആ കൈലി മാറ്റി നോക്കിയപ്പോഴാണ് ഇവൻ കാല് രണ്ടും പൊക്കി കൈയും ബേക്കിലോട്ട് കെട്ടി കിടക്കുന്നതാണ്. ഞാൻ അവിടെ കിടന്ന് എല്ലാവരെയും വിളിച്ച്, അപ്പോൾ ജ്യേഷ്ഠച്ചാരൊക്കെ ഇപ്പുറത്താണ് താമസം. അങ്ങനെ അവരെ എല്ലാവരെയും വിളിച്ച് അവരെല്ലാവരും ഓടി വന്നു. അപ്പോഴത്തേക്ക് തന്നെ ഞാൻ പോലീസ് സ്റ്റേഷനിലും അറിയിച്ചു. അവരും ഒരു അരമണിക്കൂറിനുള്ളിൽ തന്നെ പോലീസ് SIയും CAയും എല്ലാവരും എത്തി. അങ്ങനെയാണ് ഇത് നടന്നത്. നിങ്ങളുടെ സംശയം എന്താണ് ഈ മരണത്തിൽ? എന്താണ് ഈ മരണത്തിലെന്ന് പറഞ്ഞാൽ അവൻ ഒരിക്കലും ആത്മഹത്യ ചെയ്യില്ല, അതെനിക്ക് വിശ്വാസമുണ്ട്. അവൻ ഒരു കാരണവശാലും ആത്മഹത്യ ചെയ്യില്ല. ഇതിലും വലിയ സംഭവങ്ങൾ നടന്നിട്ടും ഇതിനും ഒരുപാട് പ്രശ്നങ്ങൾ വന്നിട്ട് പോലും അവൻ ആത്മഹത്യ ചെയ്യൂല, അത് നമുക്ക് നല്ല ഉറപ്പുണ്ട്. ആ ഒരു സംശയം കൊണ്ടാണ് അപ്പോഴും തന്നെ സാറന്മാരെ വിളിച്ച് ഞങ്ങൾ കതവ് തുറന്ന് അകത്ത് പോലും കയറാതിരുന്നത്. പാരിപ്പള്ളിയിൽ പോയി അടിയായി എന്നുള്ളൊരു രീതിയിലൂടെ സംസാരമുണ്ട്, ഇതിനെ മർദ്ദിച്ചു എന്നുള്ള രീതിയിൽ മർദ്ദിച്ചു എന്നുള്ളത് ഒരു ഡൗട്ട് തട്ടി. ആ സ്ത്രീ ഇവിടെ ഇല്ലാത്തത് കൊണ്ട് ആ സാറിന്റെ കൂടെ ഞാൻ പറഞ്ഞു, സാറേ ഇതിനകത്ത് ഈ നമ്പർ എന്ന് പറയുന്നത് ഒരു 2-3 പേര് അല്ലല്ല SI ഇവിടെ വന്നപ്പോഴത്തേക്ക് സംഭവം ഈ നമ്പർ പുതിയ നമ്പറാണ്. ഇത് 1-2 പേർക്കേ ഉള്ളൂ ഈ നമ്പർ അറിയാവുന്നത്. അതുകൊണ്ട് എനിക്ക് വിശ്വാസം ഉണ്ടായിരുന്നു ഇതിനകത്ത് സാറേ ഒന്ന് ഞാനും വിളിച്ചിട്ടുണ്ട്, ഒന്ന് അവരും വിളിച്ചിട്ടുണ്ട്, അവരിവിടെ മിസ്സിംഗ് ആണ്. അങ്ങനെയാണ് സാർ ഇവിടെ നിന്ന് വിളിച്ചത്. അപ്പൊ സാർ വിളിച്ചപ്പോഴത്തേക്ക് അവരുമായിട്ട് സംസാരിച്ചു. അപ്പോൾ അവര് തന്നെ പറഞ്ഞു ഇതുപോലെ അടി നടന്നു, അവരെ 2 മക്കളും വേറെ 3 പേരും ഉണ്ടെന്ന് അവർ പറയുന്നത് ഞാൻ കേൾക്കുകയും ചെയ്തു. അങ്ങനെയാണ് നമുക്ക് ഡൗട്ട് വന്നത്. സയന്റിഫിക് ഉദ്യോഗസ്ഥരുൾപ്പെടെ എത്തി തെളിവുകൾ ശേഖരിച്ചു. കഴിഞ്ഞ ഏതാനും ദിവസങ്ങളായി രാജേഷിനൊപ്പം ഒരു സ്ത്രീ താമസിച്ചു വന്നിരുന്നു. എന്നാൽ സ്ത്രീയുടെ ബന്ധുക്കൾ കഴിഞ്ഞ 2 ദിവസം മുന്നേ സ്ത്രീയുടെ ബന്ധു മരണപ്പെട്ടെന്ന് പറഞ്ഞ് സ്ത്രീയെ അറിയിക്കുകയും സ്ത്രീയും രാജേഷും സ്ത്രീയുടെ സ്വന്തം സ്ഥലമായ പാരിപ്പള്ളിയിലേക്ക് പോവുകയും ചെയ്തു. എന്നാൽ രാജേഷിനെ മർദ്ദിക്കുവാൻ വേണ്ടി സ്ത്രീയുടെ ബന്ധുക്കൾ ചേർന്നുണ്ടാക്കിയ കഥയായിരുന്നു മരണം. അതിനുശേഷം രാജേഷിനെ അതിക്രൂരമായി മർദ്ദിച്ചു. ഈ സംഭവത്തിൽ രാജേഷിന്റെ തലയോട്ടി പൊട്ടുകയും ശരീരത്തിനുള്ളിൽ മാരകമായ മുറിവേൽക്കുകയും ചെയ്തിട്ടുള്ളതെന്നാണ് പോലീസ് കരുതുന്നത്. പ്രതികളെക്കുറിച്ച് അന്വേഷിച്ച പോലീസ് എത്തിയെങ്കിലും പ്രതികൾ ഒളിവിൽ പോയി. രാജേഷിന്റെ കൊലയാളികളെ കണ്ടെത്തണമെന്ന് രാജേഷിന്റെ ബന്ധുക്കളും നാട്ടുകാരും ആവശ്യപ്പെട്ടു.